നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് തിരുനാവായിലെ കേരള കുംഭമേളയ്ക്ക് തുടക്കമാവുകയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സന്യാസിമാരും വിശ്വാസികളും ഒക്കെ കുംഭമേളയ്ക്കായി തിരുനാവായിൽ എത്തിത്തുടങ്ങിക്കഴിഞ്ഞു. കുംഭമേളയുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇന്നത്തെ മറ്റു വാർത്തകളിലേക്ക് പോയാൽ കോടതി വാർത്തകൾ ഏറെ വരാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് SIT കോടതിക്ക് കൈമാറുകയാണ്. സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഹാജരാക്കുന്നുവെന്നതാണ് ഇന്നത്തെ ഏറ്റവും നിർണായകമായ വിഷയം. മറ്റൊന്ന് തന്ത്രിയുടെയും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഒക്കെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ പരിഗണിക്കാനിരിക്കുന്നു. മൂന്നാം ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ എത്തുന്നു. അങ്ങനെ കോടതി വാർത്തകൾ ഏറെ ഉള്ള ഒരു ദിവസമാണ്. CBI വാർത്തകളിലേക്ക് പോയാൽ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് വിജയ് ഇന്ന് വീണ്ടും CBIക്ക് മുന്നിലെത്തുന്നു. അതും വാർത്താ പ്രാധാന്യമുള്ള ഒരു കാര്യമായി മാറാൻ സാധ്യതയുണ്ട്. ഇന്ന് കോൺഗ്രസിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ രാഹുൽ ഗാന്ധി ഇന്ന് കൊച്ചിയിലുണ്ട്. അതോടൊപ്പം ഒറ്റപ്പാലത്ത് നിന്ന് ഒരു അരുങ്കൊലയുടെ വിവരങ്ങളും വരുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ വാർത്തകളുള്ള വാർത്താ സമ്പന്നമായൊരു ദിവസം തന്നെയാണ് ഇന്ന്. എല്ലാ വാർത്തകളിലേക്കും വരാം. അതിനു മുമ്പ് പ്രധാന തലക്കെട്ടുകൾ നോക്കി പെട്ടെന്ന് തിരിച്ചു വരാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ. സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഹാജരാക്കും. വാജിവാഹന കൈമാറ്റത്തിൽ അജയ് തറയിൽ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്നതും പരിഗണിക്കും. തന്ത്രിയുടെയും പോറ്റിയുടെയും ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ. കോൺഗ്രസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ രാഹുൽ ഗാന്ധി ഇന്ന് കൊച്ചിയിൽ. KPCC സംഘടിപ്പിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയോത്സവത്തിൽ പങ്കെടുക്കും. പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ സാഹിത്യ പുരസ്കാരം ഡോക്ടർ M ലീലാവതിക്ക് വീട്ടിലെത്തി സമ്മാനിക്കും. SIR കരട് പട്ടികയിൽ പുറത്തായവർക്ക് ആശ്വാസം. രേഖകൾ സമർപ്പിക്കാൻ സമയം നീട്ടി. കരട് പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് ഈ മാസം 30 വരെ രേഖകൾ സമർപ്പിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ച്. പാലക്കാട് ഒറ്റപ്പാലത്ത് അരുങ്കൊല. തോട്ടക്കരയിൽ ദമ്പതികളെ വെട്ടിക്കൊന്നു. മരിച്ചത് നസീർ, ഭാര്യ സുഹ്റ എന്നിവർ. 4 വയസ്സുള്ള കൊച്ചുമകന് ഗുരുതരമായ പരിക്ക്. ആക്രമണം ഇന്നലെ അർദ്ധരാത്രിയോടെ. ബന്ധുവായ യുവാവ് കസ്റ്റഡിയിൽ. സ്പെയിനിൽ അതിവേഗ ട്രെയിനുകൾ കൂട്ടിയിടിച്ചു. 21 പേർ കൊല്ലപ്പെട്ടു, 73 പേർക്ക് പരിക്ക്. 30ഓളം പേരുടെ പരിക്ക് ഗുരുതരം. അപകടം മാലഗയിൽ നിന്ന് മാഡ്രിഡിലേക്ക് പോയ ട്രെയിൻ പാളം തെറ്റി തൊട്ടടുത്ത ട്രാക്കിലെ ട്രെയിനിലേക്ക് ഇടിച്ചു കയറിയതിന് പിന്നാലെ രക്ഷാപ്രവർത്തനം തുടരുന്നു. കേരള കുംഭമേളയ്ക്ക് ഇന്ന് തുടക്കം. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ പതാക ഉയർത്തും. തിരുനാവായ മഹാമാഘ ഉത്സവം നടക്കുന്നത് 2.5 നൂറ്റാണ്ടിന് ശേഷം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഹാജരാക്കും. വാജിവാഹന കൈമാറ്റത്തിൽ അജയ് തറയിൽ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്നതും പരിഗണിക്കും. തന്ത്രിയുടെയും പോറ്റിയുടെയും ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തും. കൂടുതൽ വിവരങ്ങളുമായി അൻഫിൾട്ട് ഡിസൂസ ചേരുകയാണ്. അൻഫിൾട്ട്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നിപ്പോൾ ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഹൈക്കോടതിക്ക് മുന്നിൽ വെക്കുകയാണ്. അതിൽ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഹാജരാക്കുന്നു എന്നത് നിർണായകമല്ലേ? ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. അത് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെയും ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട്, അതായത് VSSC നൽകിയ 15 സാമ്പിളുകൾ, ആ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് വിജിലൻസ് കോടതിക്ക്, കൊല്ലം വിജിലൻസ് കോടതിക്ക് കൈമാറിയിരുന്നു. ആ റിപ്പോർട്ട് വിജിലൻസ് കോടതി അന്വേഷണ സംഘത്തിന് കൈമാറി. അതിലാണ് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. അതായത് ഈ സ്വർണം പാളികൾ, അതായത് ഈ സ്വർണം ശബരിമലയിൽ നിന്ന് കടത്തപ്പെട്ടു എന്നതിന്റെ ഒരു ഔദ്യോഗികമായ ഒരു ശാസ്ത്രീയമായ സ്ഥിരീകരണമാണ് ഈ രേഖകളിലുള്ളത്. അതായത് ഈ സ്വർണം എത്രത്തോളം കളവ് പോയി എന്നതും അതോടൊപ്പം തന്നെ അതിന്റെ കാലപ്പഴക്കവും ഒക്കെ നിർണ്ണയിക്കുന്ന അതിപ്രധാനമായ രേഖയാണ്. ഈ രേഖ ഇന്ന് ഹൈക്കോടതിയുടെ മുന്നിൽ എത്തുമ്പോൾ പല ചോദ്യങ്ങൾക്കും ഉത്തരം ഇനിയും ലഭിക്കാനുണ്ട്. അതായത് ഇത്രയും കാലം SIT കണ്ടുപിടിച്ചപ്പോൾ തന്ത്രി അടക്കമുള്ള പല പ്രമുഖരെയും ഒക്കെ അറസ്റ്റിലായി എന്നതിനപ്പുറത്തേക്ക് ഈ സ്വർണം എവിടെ പോയി എന്ന് SITക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.
42 കിലോ സ്വർണ്ണപ്പാളികളാണ് SI ഇവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തി ഉരുക്കി സ്വർണ്ണമാക്കി മാറ്റി എന്നുള്ള റിപ്പോർട്ടുകൾ അടക്കമായിരുന്നു ഹൈക്കോടതിയിൽ നേരത്തെ ഇതിനെ SIT സമർപ്പിച്ചിരുന്നത്. പക്ഷെ അതിന്റെ ശാസ്ത്രീയ പരിശോധനയിലൂടെ ഇത് ഏറെക്കുറെ തെളിഞ്ഞിട്ടുണ്ട്. തൂക്കത്തിലും അളവിലുമൊക്കെ വലിയ രീതിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. 98 കൊണ്ടുവച്ച സ്വർണ്ണത്തിന്റെ തൂക്കമല്ല ഇപ്പോഴുള്ളത് എന്ന് ശാസ്ത്രീയ പരിശോധനയിൽ മനസ്സിലായ സാഹചര്യത്തിൽ ഈ കളവ് പോയത് എവിടെ എങ്ങനെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ കളവ് പോയ സ്വർണം ഇപ്പോൾ എവിടെയാണ് എന്നതിലൊരു വ്യക്തത ഇപ്പോഴും വരുത്തേണ്ടതുണ്ട്. വ്യക്തത വരുത്തിയാൽ മാത്രമേ ഈ കേസുമായി ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ കേസിൽ നിലവിൽ ഹൈക്കോടതിയിൽ ഈ SITക്ക് അന്വേഷണ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഏജൻസി, കേന്ദ്ര ഏജൻസിയെ CBI ഏൽപ്പിക്കണമെന്നൊരു ആവശ്യം ഇപ്പോഴും ഹൈക്കോടതിയുടെ മുന്നിലുണ്ട്. ഈ SIT ഇന്നിപ്പോൾ നൽകുന്ന സമഗ്ര അന്വേഷണ പുരോഗതി റിപ്പോർട്ടും ഒപ്പം തന്നെ ഈ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടും അടക്കം ലഭിക്കുമ്പോൾ ഇനി ഹൈക്കോടതി ഒരുപക്ഷെ ഒരു സുപ്രധാനമായ പല തീരുമാനങ്ങളിലേക്കും പോകേണ്ടി വരുമെന്നും കണക്കാക്കുന്നുണ്ട്. അതായത് ഒരുപക്ഷെ SITക്ക് അന്വേഷണത്തിൽ പരിമിതികൾ ഉണ്ട് എന്ന ചില വാദങ്ങൾ ഇതിനോടകം തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയുമായി ഈ ശബരിമല സ്വർണ്ണക്കള്ളക്കടത്തിന് ബന്ധമുണ്ടെന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ SITക്ക് അത് എത്രത്തോളം അന്വേഷിക്കാൻ ആ അന്വേഷണത്തിലേക്ക് കടക്കാനാകുമെന്നുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ ശരിയാണ്. അൻഫിൽട്ട് പറഞ്ഞതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും SITക്കും ഇന്ന് നിർണായകമാണ്. കോടതി എന്തു പറയും എന്നത് പ്രധാനം തന്നെയാണ്. ഒപ്പം ഈ വാജിവാഹന കൈമാറ്റത്തിൽ അജയ് തറയിലടക്കമുള്ളവരെ ചോദ്യം ചെയ്യും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. 2 ദിവസമായി അത്തരത്തിൽ വിവരങ്ങൾ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അറിയാനാവുന്നത്? ഈ അജയ് തറയിലെ UDF ഭരണകാലത്ത് പ്രയാർഗോപാൽ കൃഷ്ണൻ പ്രസിഡന്റായിരുന്ന സമയത്തുള്ള ഭരണസമിതിയിലെ അംഗമാണ്. വാജിവാഹനം കടത്തിയതല്ല, വാജിവാഹനം തന്ത്രിയുടെ കൈവശം തന്ത്രിക്ക് നൽകിയത് താന്ത്രിക വിധിപ്രകാരം തന്നെയാണ്. അതിൽ ചട്ട ലംഘനമോ ക്രമക്കേടുകളോ നടന്നിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അജയ് തറയിൽ. എന്നാൽ വാജിവാഹനം 2012 ഒരു ഉത്തരവ് പ്രകാരം 2012 എൻവാസ് കമ്മീഷനിലായിരിക്കവേ സുപ്രധാനമായ ഒരു ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവിൽ യാതൊരു വസ്തുക്കളും വിലപിടിപ്പുള്ളതോ ആയ യാതൊരു വസ്തുക്കളും മറ്റൊരാൾക്ക് കൈമാറാൻ പാടില്ല. അത് ശബരിമലയുടെ തന്നെ സ്വത്തായി സംരക്ഷിക്കണം, ദേവസ്വം ബോർഡിന്റെ സ്വത്തായി സംരക്ഷിക്കണമെന്ന് കൃത്യമായ ഉത്തരവുണ്ട്. ഈ ഉത്തരവ് മറികടന്ന് 2015 നൽകി എന്ന വാദമാണ് വരുന്നത്. പക്ഷെ അത് അപ്പോഴും നിഷേധിക്കാൻ അജയ് തറയിൽ തയ്യാറല്ല. അജയ് തറയിൽ ഇപ്പോഴും വാദിക്കുന്നത് താന്ത്രിക വിധി പ്രകാരം തന്ത്രിക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. പക്ഷെ അതിനുശേഷം കമ്മീഷണർക്ക് അത്തരത്തിൽ ഈ തന്ത്രിക്ക് വാജിവാഹനം നൽകിയതിൽ ക്രമക്കേട് നടന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന ചില രേഖകളുമൊക്കെ തന്നെയും പിന്നീട് ഹൈക്കോടതിയിൽ നിരത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാജിവാഹനം തന്ത്രിക്ക് എത്തിയത്, തന്ത്രിയുടെ കൈവശം വാജിവാഹനം ഈ തന്ത്രിയെ കേസിലാവുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അവിടെ പരിശോധന നടത്തിയപ്പോൾ SIT ആണ് ഈ വാജിവാഹനം കണ്ടെത്തുകയും അത് പിന്നീട് ഹൈക്കോടതിയിൽ ഇക്കാര്യം അറിയിക്കുകയും ഒക്കെ ചെയ്തത്. അത് ക്രമവിരുദ്ധമായി തന്ത്രിയുടെ കൈവശമാണ് എന്ന പിന്നീട് SIT അതൊരു കേസാക്കി രജിസ്റ്റർ ചെയ്യണമെന്നടക്കമുള്ള വിഷയങ്ങൾ SIT ആയിരുന്നു ഉന്നയിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ തന്ത്രിയുടെ കൈവശം നിയമപരമായി നൽകണമോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ചാണ് പിന്നീട് അന്നത്തെ ബോർഡ് അംഗമായ അജയ് തറയിലടക്കം രംഗത്ത് വരികയും അത് വലിയ രീതിയിൽ വിവാദമാവുകയും ഒക്കെ ചെയ്തത്. ഈ രണ്ട് വാദങ്ങൾ ഇപ്പോഴും ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, താന്ത്രിക വിധി പ്രകാരം തന്ത്രിക്ക് നൽകാമെന്നുള്ള അജയ് തറ ഉൾപ്പെടെയുള്ള വാദം. മറ്റൊന്ന്, അതിനു മുൻപ് തന്നെ എൻവാസും കമ്മീഷണറായിരിക്കെ ഉത്തരവിട്ട് അങ്ങനെ പുറത്ത് വേറൊരാൾക്കും കൊടുക്കാൻ പാടില്ല എന്ന് ഉറപ്പാക്കുന്ന ഒരു നിർണായകമായ ഉത്തരവ്. ഇത് രണ്ടും നിലനിൽക്കുമ്പോഴാണ് ഏതാണ് ശരി അല്ലെങ്കിൽ ഇതിലേതാണ് കൃത്യമായും എന്നത് ഇതിലൊരു വ്യക്തത വരുത്തേണ്ടത് ഹൈക്കോടതിയാണ്. ഇതിൽ ഒരുപക്ഷെ ഇന്ന് ഹൈക്കോടതി ഇക്കാര്യത്തിലും ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ പരിഗണിക്കുമ്പോൾ ഇതൊരു കേസായി തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ അജയ് തറയിനെ മൊഴി രേഖപ്പെടുത്തുകയും അജയ് തറയിനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്യണമോ എന്നുള്ള കാര്യവും ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം അതിന് മറ്റൊരു ഹർജിയായാണ് കോടതി ഇത് പരിഗണിക്കുന്നത്. അങ്ങനെ ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ നീക്കങ്ങൾ നടക്കുന്നത് ഹൈക്കോടതിയിലാണ്. SITയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അടക്കം ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് അടക്കം കോടതി പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസായി ഇത് മുന്നോട്ട് പോകണമോ, അന്നത്തെ ഭരണസമിതി അംഗങ്ങളെ അതിലിപ്പോൾ അജയ് തറയിലാണ് ഇപ്പോഴും ഉള്ളത്. പ്രയർ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അടൂർ ഗോപാലകൃഷ്ണൻ അജയ് തറയിൽ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തണമോ വേണ്ടോ എന്നുള്ള കാര്യവും ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും.
ശരി, ആൽഫ്രഡ് ഡിസൂസയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കൊച്ചിയിലെത്തും. മറൈൻ ഡ്രൈവിൽ KPCC സംഘടിപ്പിക്കുന്ന മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ 15,000-ലധികം കോൺഗ്രസ് പ്രതിനിധികളാണ് മഹാപഞ്ചായത്തിൽ പങ്കെടുക്കുന്നത്. ഉച്ചയ്ക്ക് 12:45 നെടുമ്പാശ്ശേരിയിലെത്തുന്ന രാഹുൽ ഗാന്ധി ആദ്യം പ്രൊഫസർ M. ലീലാവതി ടീച്ചറുടെ വസതിയിലെത്തും. പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ സാഹിത്യ പുരസ്കാരം ലീലാവതി ടീച്ചർക്ക് സമ്മാനിക്കും. അവിടെ നിന്ന് 2 മണിയോടെ മഹാപഞ്ചായത്ത് നടക്കുന്ന സമ്മേളന നഗരിയിലും എത്തിച്ചേരും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, സച്ചിൻ പൈലറ്റ്, പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല, കനയ്യകുമാർ, കർണാടക ഊർജ്ജ വകുപ്പ് മന്ത്രി KJ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും. SIR കരട് പട്ടികയിൽ പുറത്തായവർക്ക് ആശ്വാസം. രേഖകൾ സമർപ്പിക്കാൻ സമയം നീട്ടി. കരട് പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് ഈ മാസം 30 വരെ രേഖകൾ സമർപ്പിക്കാം. സുപ്രീംകോടതി നിർദ്ദേശം അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തീരുമാനം. വിവരങ്ങളുമായി വീണ്ടും അൺഫിൽട്ട് ചേരുകയാണ്. അൺഫിൽട്ട്, ഈ SIR കരട് പട്ടികയിൽ പുറത്തായവർക്ക് ഇനി എന്തു ചെയ്യുമെന്ന ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ആശ്വാസകരമായിരിക്കുകയാണ്. ഇപ്പോൾ രേഖകൾ സമർപ്പിക്കാൻ സമയം നീട്ടി നൽകിയിരിക്കുകയല്ലേ? സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. SIRൽ വിശദാംശങ്ങൾ നൽകാനായി, അതായത് രേഖകളടക്കം വിശദാംശങ്ങൾ നൽകാനായി ഫെബ്രുവരി ഈ മാസം 22 വരെ ആയിരുന്നു നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരുന്നത്. എന്നാൽ അത് മാറ്റി വീണ്ടും ഒരാഴ്ച കൂടി, അതായത് ഈ മാസം 30 വരെ സമയം നൽകിയിരിക്കുകയാണ് സുപ്രീംകോടതി. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പരാതികളും ആക്ഷേപങ്ങളും ഒക്കെ തന്നെയും കോടതിയുടെ മുന്നിലൊക്കെ ഉണ്ടായിരുന്നു. കേരളം അടക്കം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം തന്നെ മറ്റ് സംഘടനകളും ഒക്കെ ഈ SIRന്റെ സമയപരിധി നീട്ടണമെന്ന ആവശ്യവുമായി നിയമപരമായ നിയമ പോരാട്ടം നടത്തിയിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഒരു ആഴ്ച കൂടി, അതായത് ജനുവരി 22 എന്നത് ജനുവരി 30 വരെ സമയം നൽകിയിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. കാരണം ഇപ്പോഴും ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ, അതായത് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ തന്നെ അന്തിമമായ പട്ടിക പ്രകാരം 1,00,000 ലക്ഷത്തോളം പേർ ഇന്നും ഇപ്പോൾ SIR പട്ടികയ്ക്ക് പുറത്താണ്. അവർക്ക് എന്തുകൊണ്ട് ഇത്രയേറെ വലിയ രീതിയിലുള്ള ഒരു വോട്ടർമാർ ഇപ്പോഴും പുറത്തായി നിൽക്കുന്നു എന്നത് കൃത്യമായ രേഖകൾ അവരുടെ കൈവശം അവരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ല എന്ന ന്യായീകരണമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ അത്തരത്തിലുള്ള രേഖകൾ ഉൾപ്പെടെ നൽകാൻ വേണ്ടിയാണ് വീണ്ടും സമയം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഈ നിലവിൽ സംസ്ഥാന സർക്കാർ തന്നെയും ഇതിന് അനുകൂലമായി, അതായത് എത്രയും വേഗം ഈ രേഖകളൊക്കെ ഈ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് രേഖകളൊക്കെ നൽകുന്നതിന് വേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സമാന്തരമായി നടക്കുന്നുണ്ട്. അതായത് എല്ലാ ജില്ലകളിലെ കളക്ടർമാർക്ക് നേരിട്ട് ചുമതലയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവിൽ പറയുന്നത് ഈ പട്ടികയിൽ, അതായത് നിലവിലുള്ള കരട് വോട്ടർ പട്ടിക എല്ലാ പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിൽ പ്രസിദ്ധീകരിക്കണം. അതിന് പുറമെ വെബ്സൈറ്റുകളിലും പ്രസിദ്ധീകരിക്കണം. എന്നാൽ മാത്രമേ ആർക്കൊക്കെയാണ് പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുള്ളത് എന്ന് വ്യക്തത വരികയുള്ളൂ. അങ്ങനെ എല്ലാ പൊതുസ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത് പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി പ്രത്യേകമായി നിർദ്ദേശിക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഈ സർക്കാർ തന്നെയും ഇവർക്ക് രേഖകളൊക്കെ നൽകുന്നതിന് വേണ്ടി കളക്ടർമാർക്കും ഒപ്പം തന്നെ എല്ലാ പഞ്ചായത്ത്, ജില്ലാ, വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഉദ്യോഗസ്ഥരുടെ ഒരു സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഒരൊറ്റ രേഖകൾ വാങ്ങുന്നതിന് പോലും ഫീസ് ഈടാക്കാൻ പാടില്ല എന്ന നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധമായ സഹായ സഹകരണങ്ങളോടുകൂടി മുഴുവൻ വോട്ടർമാരെയും SIR ഉൾപ്പെടുത്താനുള്ള ഒരു തീവ്രമായ ശ്രമം ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരാഴ്ച കൂടി കോടതിയിൽ ഇടപെട്ട് സമയം നീട്ടി നൽകിയത് കേരളത്തെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. കാരണം 25 ലക്ഷത്തോളം പേർ ഇപ്പോഴും വോട്ടർ പട്ടികയ്ക്ക് പുറത്ത് കിടക്കുമ്പോൾ ഒരുപക്ഷെ വീണ്ടും രേഖകളൊക്കെ നൽകി ഇവരെ പരമാവധി പേരെ SIR പട്ടികയുടെ പട്ടികയ്ക്കുള്ളിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഫെബ്രുവരി 21 ഈ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക എന്ന് നേരത്തെ തന്നെ കമ്മീഷൻ അറിയിച്ചിരുന്നു. നിലവിൽ SIRന്റെ പട്ടിക സമയപരിധി നീട്ടിയ സാഹചര്യത്തിൽ അന്തിമ വോട്ടർ പട്ടികയുടെ സമയവും അതനുസരിച്ച് നീട്ടാനുള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പക്ഷെ അത് സംബന്ധിച്ച അറിയിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21 ശേഷം തന്നെയാകും പ്രസിദ്ധീകരിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. മായ അൺഫിൽട്ടാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ഒറ്റപ്പാലം തോട്ടക്കരയിൽ ദമ്പതികളെ വെട്ടിക്കൊന്നു. 63-കാരനായ നാലകത്ത് നസീർ, 60-കാരിയായ ഭാര്യ സുഹ്റ എന്നിവരാണ് മരിച്ചത്. മരിച്ച ദമ്പതികൾക്ക് പുറമെ ഇവരുടെ വളർത്തുമകളുടെ 4 വയസ്സായ മകനെ ഗുരുതരമായ
ഗുരുതരമായി പരിക്കേറ്റ നിലയിലും കണ്ടെത്തി. ബന്ധുവായ യുവാവ് കസ്റ്റഡിയിലുണ്ട്. വിവരങ്ങളുമായി എം രാകേഷ് ചേരുകയാണ്. രാകേഷ്, അരുംകൊലയാണ് നടന്നിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്ന വിവരങ്ങൾ? പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് പറയുന്നില്ല. അർദ്ധരാത്രി 12 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. 63-കാരനായ നാലകത്ത് നസീർ, 60-കാരിയായ ഭാര്യ സുഹറ എന്നിവരാണ് മരിച്ചത്. സംഭവത്തിൽ ഇവരുടെ തന്നെ വളർത്തു മകളുടെ 4 വയസ്സുള്ള മകനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സുൽഫിയത്ത് എന്ന് പറയുന്ന യുവതി 4 വയസ്സുകാരനുമായി ഓടി രക്ഷപ്പെടുന്നതിനിടെയാണ് നാട്ടുകാർ ഈ സംഭവം അറിയുന്നത്. സംഭവം അറിഞ്ഞ നാട്ടുകാർ വീട്ടിലേക്ക് ചെന്ന സമയത്താണ് ഈ ബന്ധുവായ യുവാവിന്റെ കൈ ഞരമ്പ് മുറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. അതേസമയം തന്നെ പോലീസ് നാട്ടുകാരും എല്ലാം ശ്രമിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തെ പിടികൂടാനായിരുന്നില്ല. പോലീസ് ഏതായാലും ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അല്പ സമയങ്ങൾക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട എന്ത് തർക്കമാണ് ഇത്തരമൊരു ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാനാകും. കേരളത്തിന്റെ കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമാഘ മഹോത്സവത്തിന് ഇന്ന് തുടക്കം. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ പതാക ഉയർത്തുന്നതോടെ തുടക്കമാവും. 2.5 നൂറ്റാണ്ടിന് ശേഷമാണ് തിരുനാവായ മഹാമാഘ ഉത്സവം നടക്കുന്നത്. വിവരങ്ങളുമായി അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, കേരള കുംഭമേളയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണല്ലേ? എല്ലാവരും കാത്തിരുന്ന ഒരു കുംഭമേളയാണ്. മായ, തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുംഭമേള എന്നുള്ളത് ഉത്തരേന്ത്യയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിലും ഇത്തരത്തിൽ മഹാമാഘ ഉത്സവം നടന്നിരുന്നു എന്നുള്ളതായിരുന്നു വസ്തുത. 1755-ലാണ് കേരളത്തിൽ അവസാനമായി തിരുനാവായിൽ മഹാമാഘ ഉത്സവം നടന്നത്. ഇപ്പോൾ തിരുനാവായിലെ മണൽപ്പരപ്പ് വീണ്ടും ഇത്തരത്തിലൊരു മഹായജ്ഞത്തിന് തുടക്കമാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ 2016 മുതൽ ഇവിടെ ചെറിയ രീതിയിൽ ഇത്തരമൊരു ഉത്സവത്തിന് തുടക്കം കുറിച്ചിരുന്നു. ഇപ്പോൾ അത് വലിയൊരു കുംഭമേളയ്ക്ക് സമാനമായൊരു ഉത്സവമായി മാറുകയാണ്. ഇന്ന് അതിന് തുടക്കമാവും. ബഹുമാനപ്പെട്ട കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ഇന്ന് പതാക ഉയർത്തുന്നതോടുകൂടി ഫെബ്രുവരി 3 വരെ നീണ്ടു നിൽക്കുന്ന മഹാമാഘ ഉത്സവത്തിന് തുടക്കമാകും. ഇപ്പോൾ തിരുനാവായ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് ഇപ്പോൾ ഇവിടെ ഈ യജ്ഞത്തിൻ്റെ ഇതിൻ്റെ ഭാഗമായി മഹാഗണപതി ഹോമം നടക്കുകയാണ്. ശബരിമല മുൻ മേൽശാന്തി സുധീർ നമ്പൂതിരിയാണ് ഈ ഗണപതി ഹോമത്തിന് നേതൃത്വം കൊടുക്കുന്നത്. എനിക്ക് പിറകിലുള്ള ഈ വേദിയിൽ അല്പസമയത്തിനകം 11 മണിയോടെ കൂടി ഗവർണർ ഈ മഹായജ്ഞത്തിന് ഉദ്ഘാടനം ചെയ്യും. അതിന് തൊട്ടു മുൻപായി ഇവിടെ നിളാതീരത്ത് സ്ഥാപിച്ചിരിക്കുന്ന കൊടിമരത്തിൽ അദ്ദേഹം ധ്വജം ഉയർത്തും. ഇതോടുകൂടിയാണ് ഇതേ അവസരത്തിൽ തന്നെ തമിഴ്നാട്ടിലെ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്ന പ്രദേശത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രത്യേക യാത്രയും തുടക്കമാകും. ആ യാത്ര ഇവിടെ 22-നാണ് തിരുനാവായിൽ എത്തുന്നത്. നമുക്കറിയാം, തിരുനാവായ എന്നത് സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പുണ്യമായുള്ള ഒരു സ്ഥലമാണ്. ത്രിമൂർത്തി സംഗമസ്ഥാനമാണ്. ഒരു ഭാഗത്ത് മഹാവിഷ്ണുവും മറുഭാഗത്ത് ബ്രഹ്മാവും ശിവൻ്റെയും ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാരതപ്പുഴയുടെ സാമീപ്യമുള്ള ഈ സ്ഥലമാണ്. ഇവിടെ ഈ ഉത്സവം നടക്കുന്നത്. പ്രത്യേകിച്ച് തിരുനാവായിൽ ഈ ഉത്സവം നടക്കുമ്പോൾ ഇതിനെ വളരെ ആകാംക്ഷയോടെയാണ് എല്ലാ വിശ്വാസികളും നോക്കിക്കാണുന്നത്. നമുക്കറിയാം, ഉത്തരേന്ത്യയിൽ ഉള്ള പോലെ വലിയൊരു ജനസഞ്ചയം ഇവിടെ ഉണ്ടാകുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. പ്രതിദിനം 50,000-ഓളം പേരെങ്കിലും നിളാപ്പരപ്പിലേക്ക് ഇവിടെ സ്നാനം ചെയ്യുന്നതിനും മറ്റുമായി എത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇന്നു മുതൽ വൈകുന്നേരം എല്ലാ ദിവസവും നിളാതീരത്ത് ഭാരതപ്പുഴയുടെ ഈ തീരത്ത് ആരതി ഉണ്ടാകും. ഇത്തരത്തിൽ എല്ലാ തരത്തിലും ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തിരുനാവായിൽ നടക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം നടക്കുന്ന ഈ യജ്ഞത്തിനായി എല്ലാ ആളുകളും ഈ ഭക്തജനങ്ങളും എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഒപ്പം തന്നെ സർക്കാരും വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും, തുടക്കത്തിൽ ചില കാര്യങ്ങളുണ്ടായിരുന്നു, നിയന്ത്രണങ്ങളുണ്ടായിരുന്നെങ്കിലും അത്തരം നിയന്ത്രണങ്ങളെല്ലാം മാറ്റി സർക്കാരും എല്ലാവിധ കാര്യങ്ങളും കുംഭമേളയുടെ നടത്തിപ്പിനായി ഒരുക്കിയിട്ടുണ്ട്. കനത്ത സുരക്ഷാ പ്രദേശത്ത് ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും 11 മണിക്ക് കേരള ഗവർണർ ഇതിൻ്റെ തുടക്കം ഇവിടെ കുറിക്കും. മായ, അരവിന്ദൻ, ഈ കുംഭമേള നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നാണ് ഇത്. വിശ്വാസികളും എല്ലാവരും അവിടെ ഒരു തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയോ? ഇപ്പോൾ ആളുകളൊക്കെ എത്തി തുടങ്ങിയോ അവിടെ?
തീർച്ചയായും ഇപ്പോൾ നിളയോരത്ത് വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമുക്കറിയാം തിരുനാവായയുടെ ഈ നവാമുകുന്ദ ക്ഷേത്ര സന്നിധിയിൽ എല്ലാ ദിവസവും ബലിതർപ്പണം നടക്കുന്നു. അതിനെത്തിയ ആളുകളും കൂടാതെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സന്യാസിമാരും മറ്റുമായി വിവിധ ആളുകൾ ഇവിടെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സംഘാടകരിൽ ഒരാൾ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് വിശദീകരിക്കും. എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഇന്ന് 11 മണിക്ക് കേരളത്തിൻ്റെ ബഹുമാന്യനായ ഗവർണർ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം തന്നെ ധ്വജാരോഹണ ചടങ്ങാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. അതോടുകൂടി ഈ വർഷത്തെ മഹാമഹോത്സവത്തിന് കൊടിയേറുകയാണ്. അത് കഴിഞ്ഞാൽ ഫെബ്രുവരി 3 വരെ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തത്തോടു കൂടി ഈ പരിപാടി നടക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രധാനപ്പെട്ട എല്ലാ ചടങ്ങുകളും അതിൻ്റെ പ്രൗഢിയോടുകൂടി തന്നെ ഇപ്രാവശ്യം നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. സംഘാടക സമിതി അതിനു വേണ്ടിയിട്ടുള്ള ദ്രുതഗതിയിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഓരോന്നോരോന്നായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തോതിൽ ആൾക്കാർ വരുമ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ? തീർച്ചയായും വിശാലമായ മണപ്പുറത്താണ് നമ്മളെ പ്രധാനപ്പെട്ട നിള ആരതി അടക്കമുള്ള എല്ലാ ചടങ്ങുകളും നടക്കുന്നത്. അവിടേക്കുള്ള താൽക്കാലിക പാലം 22-ാം തീയതിയോടുകൂടി നമ്മൾ അങ്ങോട്ടുള്ള ഓപ്പൺ ചെയ്യും. 22-ാം തീയതിക്ക് ശേഷമാണ് പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം നടക്കുന്നത്. ഇന്ന് ഇതുപോലെ തന്നെ രഥയാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. പൊള്ളാച്ചിയിൽ നിന്ന് രഥയാത്ര ആരംഭിക്കും. അതോടൊപ്പം തന്നെ അത് 22-ാം തീയതിയോടുകൂടിയാണ് ഇവിടെ എത്തുന്നത്. 22-ാം തീയതിയോടുകൂടിയാണ് നമ്മളെല്ലാ പ്രധാനപ്പെട്ട ചടങ്ങുകളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്തിനുള്ളിൽ എല്ലാവർക്കും കൃത്യമായി ഇവിടെ വന്ന് സ്നാനം ചെയ്യാനും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. മായ, തീർച്ചയായും അങ്ങനെ മഹാമാഘത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും സംഘാടകർ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിളാതീരത്ത് ഇന്ന് ആരംഭിക്കുന്ന ഈ ഉത്സവം ഫെബ്രുവരി 3 വരെ നടക്കും. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആധ്യാത്മിക ചരിത്രത്തിലെ വലിയൊരു കാര്യമായി, അതേപോലെ തന്നെ ആത്മീയ രംഗത്തും സാംസ്കാരിക രംഗത്തും വലിയൊരു ഉത്സവമായി ഈ മേള മാറും എന്ന് തന്നെയാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. മായ, സന്യാസിമാരൊക്കെ എത്തിത്തുടങ്ങിയോ? ഇപ്പോൾ അവിടെ എത്തിയോ? തീർച്ചയായും കേരളത്തിലെ വിവിധ മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാരെല്ലാം ഇപ്പോൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നും നാളെയുമായി ഉത്തരേന്ത്യയിലടക്കം വലിയ തോതിലുള്ള സന്യാസി സമൂഹം ഇവിടെ എത്തുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. പല സ്ഥലത്തും ടിക്കറ്റ് ബുക്കിങ്ങുകളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേക ബസ്സുകൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഉത്തരേന്ത്യയിൽ നടക്കം വലിയ തോതിലുള്ള പങ്കാളിത്തം ഈ മേളയ്ക്ക് ഉണ്ടാകുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ എല്ലാം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് വിവിധമാണ് KSRTC ഏതാണ്ട് 100ഓളം സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് പ്രത്യേക ബസ് സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഇത് വലിയൊരു ആഘോഷമാക്കി വലിയൊരു മേളയാക്കി മാറ്റാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. മായ, അരവിന്ദൻ, ഈ കേരള കുംഭമേളയോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്ന ഒരു വിഭാഗമൊക്കെ ഉണ്ടായിരുന്നു, നമുക്കറിയാം. അതൊക്കെ ഇപ്പം മാറിയിരിക്കുന്നു അല്ലേ? എല്ലാ സഹായങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അല്ലേ? തീർച്ചയായും വലിയ തോതിലുള്ള എതിർപ്പ് തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത്തരത്തിലുള്ള എതിർപ്പുകളൊന്നും ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം. ആദ്യം അനുമതി നേരത്തെ തന്നെ സംഘാടകർ ഇതിനായി നടത്തിപ്പിനായി അനുമതി ജില്ലാ ഭരണകൂടത്തിന് നൽകിയിരുന്നു. പക്ഷേ അതിൽ കൃത്യമായൊരു മറുപടി ജില്ലാ ഭരണകൂടം നൽകിയിരുന്നില്ല. ഇത് വലിയ തോതിൽ വിവാദമായി. ഒടുവിൽ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഭാരതപ്പുഴയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നത്. എന്നാൽ ഇത് വലിയ പ്രതിഷേധമുയർന്നതോടെ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ രേഖാമൂലം ഇപ്പോഴും അനുമതി നൽകിയിട്ടില്ലെങ്കിലും വാക്കാലുള്ള അനുമതിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുന്നുണ്ട്. RDOയുടെ നേതൃത്വത്തിൽ പ്രത്യേക മീറ്റിങ്ങുകൾ നടന്നിരുന്നു ഇതിൻ്റെ വിജയത്തിനായി. ഒപ്പം കേരള ഗവർണർ എത്തുന്നു. അതെല്ലാം കാരണം തന്നെ എല്ലാ തരത്തിലുള്ള സുരക്ഷാ സന്നാഹങ്ങളും എല്ലാം അധികൃതർ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ കുംഭമേള സുഗമമായി നടക്കാൻ യാതൊരു തടസ്സവുമില്ല. മായ, ശരി അരവിന്ദൻ, കുംഭമേളയുടെ കൂടുതൽ വിവരങ്ങൾ അപ്പോൾ അരവിന്ദനോട് ചോദിച്ചറിയാം വരും വാർത്തകളിൽ. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനി വരും വാർത്തകളിൽ അരവിന്ദനുമായി ബന്ധപ്പെടാം. കരൂരിൽ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിച്ച സംഭവത്തിൽ വിജയ് ഇന്ന് വീണ്ടും CBIക്ക് മുന്നിൽ ഹാജരാകും. ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് ആണ് ചോദ്യം ചെയ്യൽ നടക്കുക. ഈ മാസം 12-ന് വിജയ് CBIക്ക് മുന്നിൽ ഹാജരായിരുന്നു. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് അജയ് രസ്തോഗിയുടെ മേൽനോട്ടത്തിലാണ് CBI അന്വേഷണം നടക്കുന്നത്. പാർട്ടി ജനറൽ സെക്രട്ടറി ബസി ആനന്ദ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ CBI നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. സ്പെയിനിൽ 2 അതിവേഗ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 21 മരണം. കോർഡോബ നഗരത്തിനടുത്തുള്ള അദാമുസ് പട്ടണത്തിന് സമീപമാണ് സംഭവം ഉണ്ടായത്. മലാഗയിൽ നിന്ന് മാഡ്രിഡിലേക്ക് പോകുകയായിരുന്ന അതിവേഗ ട്രെയിൻ പാളം തെറ്റി മറുവശത്തെ ട്രാക്കിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ മാഡ്രിഡിൽ നിന്ന്
ഹുവൽവയിലേക്ക് എതിർ ദിശയിലേക്ക് പോവുകയായിരുന്ന രണ്ടാമത്തെ ട്രെയിനിന്റെ ട്രാക്കും തകർന്നിരുന്നു. ഇതാണ് അപകടത്തിന് കാരണമെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 100ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഗാസയുടെ പുനർനിർമ്മാണത്തിനും ഭരണത്തിനും മേൽനോട്ടം വഹിക്കാനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകുന്ന സമാധാന സമിതിയിൽ ഇന്ത്യക്കും ക്ഷണം. 60ഓളം രാജ്യങ്ങൾക്കാണ് സമാധാന സമിതിയിലേക്ക് ക്ഷണം ലഭിച്ചത്. പലസ്തീനും ഇസ്രയേലിനും സ്വീകാര്യമായ രാജ്യം എന്ന നിലയ്ക്കാണ് ഇന്ത്യയെ പരിഗണിക്കുന്നത്. വെടിനിർത്തലിന് ശേഷം ട്രംപിന്റെ 20-ദിന സമാധാന പദ്ധതിയുടെ ഭാഗമായിട്ട് സമാധാന സമിതി രൂപീകരിക്കുകയായിരുന്നു. അതേസമയം ഗാസയിലെ സമാധാന സമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്ത ട്രംപിന്റെ തീരുമാനത്തെ ഇസ്രയേൽ എതിർത്തിരുന്നു. നിയമനങ്ങൾ ഇസ്രയേലുമായി ആലോചിച്ചല്ല നടത്തിയതെന്നും രാജ്യത്തിന്റെ നയങ്ങൾക്ക് വിരുദ്ധമാണെന്നുമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചത്. ട്രംപ് അധ്യക്ഷനാവുന്ന സമിതിയിൽ നേരത്തെ പാകിസ്ഥാനും ക്ഷണം ലഭിച്ചിരുന്നു. അമേരിക്ക യൂറോപ്പ് ഭിന്നത രൂക്ഷമാവുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. US-ഉമായുള്ള വ്യാപാര കരാറിലെ ചർച്ചകൾ മരവിപ്പിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. യൂറോപ്പിലെ അമേരിക്കൻ കമ്പനികൾക്ക് പിഴയും നിരോധനവും ഏർപ്പെടുത്താനും നീക്കമുണ്ട്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തെ എതിർത്തതിനെ തുടർന്നാണ് ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തിയത്. അതിനിടെ അമേരിക്കയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ യൂറോപ്യൻ യൂണിയൻ അടിയന്തരമായി പ്രതിനിധി യോഗം വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാർ ചർച്ചകൾ ആരംഭിച്ചത്. US-EU കരാറിൽ ട്രംപും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റും ഒപ്പുവെച്ചിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് US തീരുവ 15% നിലനിർത്തിക്കൊണ്ട് വ്യാപാര ബന്ധം സുസ്ഥിരമാക്കുന്നതായിരുന്നു കരാർ. അമേരിക്കൻ കയറ്റുമതിക്കുള്ള തീരുവ യൂറോപ്യൻ യൂണിയനും കുറച്ചിരുന്നു. എന്നാൽ ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തെ എതിർത്തതോടെയാണ് ട്രംപ് തീരുവ ഭീഷണിയുമായി രംഗത്തെത്തിയത്. പിന്തുണയ്ക്കാത്ത 8 യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% തീരുവ ചുമത്തി. ഡെൻമാർക്ക്, ജർമ്മനി, ഫ്രാൻസ്, UK, നെതർലൻഡ്സ്, ഫിൻലൻഡ്, നോർവേ, സ്വീഡൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ് ട്രംപ് തീരുവ ചുമത്തിയത്. ഫെബ്രുവരി 1 മുതൽ അധിക തീരുവ നിലവിൽ വരുമെന്നും ട്രംപ് അറിയിച്ചു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ജൂൺ മുതൽ തീരുവ 25% ഉയർത്തുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. ഇതിന് പിന്നാലെയാണ് കടുത്ത നിലപാടിലേക്ക് യൂറോപ്യൻ യൂണിയൻ കടക്കുന്നത്. US-ഉമായുള്ള വ്യാപാര കരാറിലെ ചർച്ചകൾ മരവിപ്പിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ ഒരു ഭീഷണിക്കും വഴങ്ങില്ലെന്നും ബന്ധം വഷളാകുമെന്നും യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കി. യൂറോപ്പിലെ അമേരിക്കൻ കമ്പനികൾക്ക് പിഴയും നിരോധനം ഏർപ്പെടുത്താനും നീക്കമുണ്ട്. ഇതേ തുടർന്ന് ഗൂഗിൾ, മെറ്റ, X തുടങ്ങിയ അമേരിക്കൻ കമ്പനികൾ ആശങ്കയിലാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്നതിനും ഡെൻമാർക്കിന്റെ പ്രാദേശിക സമഗ്രതയും പരമാധികാരവും ഉറപ്പാക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമാണെന്ന് യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കി. ഐക്യത്തോടെയും ഏകോപനത്തോടെയും പരമാധികാരം സംരക്ഷിക്കുമെന്നും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് അമൃത TV. ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് പൂജകൾക്ക് ഇന്ന് സമാപനമാവുകയാണ്. വൈകിട്ട് ഇതിന്റെ ഭാഗമായുള്ള ഗുരുതി മാളികപ്പുറത്ത് നടക്കും. നാളെ രാജപ്രതിനിധി ദർശനം നടത്തി 18-ാം പടി ഇറങ്ങുന്നതോടെ തിരുനട അടയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് രജിത്ത് ചേരുകയാണ്. രജിത്ത്, മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് ശേഷം ഇന്നിപ്പോൾ നട അടയ്ക്കുകയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ, ഗുരുതിയുണ്ട്, മറ്റ് ചടങ്ങുകൾ, അത് എങ്ങനെയാണ് ഇന്ന്? ശബരിമലയിൽ ഇന്ന് മണ്ഡല മകരവിളക്കിന് ശേഷം പൂജാ ചടങ്ങുകൾ ഇന്ന് സമാപിക്കുകയാണ്. ഇന്നലെയോടുകൂടി പ്രധാനപ്പെട്ട പൂജകളെല്ലാം തന്നെ സമാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമായും നമുക്കറിയാം, മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാന പൂജകളൊക്കെയും തന്നെ നടക്കുന്നത് മണിമണ്ഡപം കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ 5 ദിവസമായി മണിമണ്ഡപം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക പൂജകൾ നടന്നിരുന്നു. കളമെഴുത്തടക്കമുള്ള പൂജകൾ നടന്നിരുന്നു. എന്നാൽ അതിനുശേഷം കളമെഴുത്ത് നടന്നതിന് ശേഷം 18-ാം പടിയിലേക്ക് അയ്യപ്പൻ്റെ തിടമ്പും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര, അത് വിളക്കിനെഴുന്നള്ളിപ്പ് നടക്കുകയും ചെയ്യും. ആ വിളക്കിനെഴുന്നള്ളിപ്പിന് ശേഷമാണ് നായാട്ടുവിളി 18-ാം പടിക്ക് താഴെ നടക്കുന്നത്. അത് നിലപാട് തറയിൽ നായാട്ടുവിളി നടക്കും. അതിനുശേഷം ഈ 5 ദിവസവും തുടർച്ചയായി നായാട്ടുവിളി, ഇവിടെ 4 ദിവസവും തുടർച്ചയായി നായാട്ടുവിളി നടക്കുന്നത് സന്നിധാനത്താണ്. തുടർന്ന് ഇന്നലെ വൈകിട്ടോടുകൂടി അയ്യപ്പൻ്റെ തിടമ്പും വഹിച്ചുകൊണ്ട് ശരംകുത്തിയിലേക്ക് ഘോഷയാത്രയുണ്ടായിരുന്നു. ശരംകുത്തിയിലേക്ക് നടന്ന ഘോഷയാത്രയ്ക്ക് ശേഷം ഈ ശരംകുത്തിയിലാണ് ഇന്നലെ നായാട്ടുവിളി നടന്നത്. അതിനുശേഷം അയ്യപ്പനും ഭൂതഗണങ്ങളും തിരികെ ശബരിമലയിൽ
ശബരിമലയിലേക്ക് എത്തുന്നു എന്നാണ് വിശ്വാസം. കാരണം മണ്ഡല മകരവിളക്ക് കാലത്തിന് സമയത്തേക്ക് മണ്ഡല മകരവിളക്ക് കാലത്ത് നട തുറന്നതിന് ശേഷം ഭൂതഗണങ്ങളെ മാറ്റി നിർത്തുകയാണ് അയ്യപ്പൻ ചെയ്യുക. ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്നതിൻ്റെ ഭാഗമായി ഇന്നലെയോടുകൂടി ചടങ്ങുകൾ സമാപിക്കുകയും ശരംകുത്തിയിലേക്ക് ഭഗവാൻ തിരികെ എത്തി തൻ്റെ ഭൂതഗണങ്ങളെ കൂട്ടി തിരികെ സന്നിധാനത്തേക്ക് എത്തുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. അതാണ് ശരംകുത്തിയിലേക്കുള്ള യാത്ര പ്രധാനമായും, എഴുന്നള്ളിപ്പ് പ്രധാനമായും ഉള്ളത്. മറ്റു തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതല്ല ഇതാണ് ശരിയായ രീതി, ഇതാണ് ശരിയായ കാര്യം എന്ന് പന്തളം പ്രതിനിധി തന്നെ അമൃത ടിവിയോടക്കം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ ഒരു കാലങ്ങളായി മാത്രമാണ് ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതലായി പുറത്തേക്ക് വരികയും ചെയ്തത്. സാധാരണഗതിയിൽ രഹസ്യ സ്വഭാവത്തിലാണ് മണിമണ്ഡപത്തിലെ പൂജകൾ സാധാരണ രീതിയിൽ തുടർന്നുകൊണ്ടേയിരുന്നത്. അവിടെ കളമെഴുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അയ്യപ്പൻ്റെ ജീവസമാധി ആയാണ് മണിമണ്ഡപം അറിയപ്പെടുന്നത്. അവിടെ നിന്ന് ആണ് അയ്യപ്പനെ ഈ തിടമ്പിലേക്ക് ആവാഹിച്ചുകൊണ്ട് എഴുന്നള്ളത്തും വിളക്കിനെഴുന്നള്ളിപ്പും അതുപോലെ തന്നെ ശരംകുത്തിയിലേക്കുള്ള യാത്രയടക്കം നടക്കുന്നത്. അത് ഈ 5 ദിവസം ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവം, മകരസംക്രാന്തിക്ക് ശേഷം മകരവിളക്ക് മഹോത്സവമാണ് മകരസംക്രമ പൂജകൾക്ക് ശേഷം നടക്കുക. അതിൻ്റെ ഭാഗമായാണ് പ്രധാന ചടങ്ങുകളൊക്കെയും നടക്കുക. ഇന്നിപ്പോൾ വൈകിട്ട് നടക്കുന്ന അല്ലെങ്കിൽ രാത്രി നടയടച്ചതിന് ശേഷം ഇന്ന് അയ്യപ്പ ഭക്തർക്ക് 30,000 അയ്യപ്പ ഭക്തർക്ക് മാത്രമാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് സൗകര്യമുള്ളത്. 5,000 അയ്യപ്പ ഭക്തർക്ക് ഇന്ന് അല്ലാതെയും സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനത്തിൻ്റെ സാഹചര്യമുണ്ട്. വൈകിട്ട് നടക്കുന്ന ഗുരുതിയോടുകൂടി പൂജകളെല്ലാം തന്നെ സമാപിക്കുകയാണ്. നാളെ രാവിലെ 6:30യോടുകൂടി രാജപ്രതിനിധിക്ക് മാത്രമാണ് ശബരിമലയിൽ ദർശനത്തിന് സൗകര്യമുള്ളത്. അതിനുശേഷം ശബരിമല നട അടയ്ക്കുകയും ചെയ്യും. അതോടെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടർന്ന് നട അടയ്ക്കുകയാണ്. അയ്യപ്പ ഭക്തർക്ക് ഇന്ന് വൈകിട്ട് 9 മണി വരെയാണ് ദർശനത്തിനുള്ള സൗകര്യമുള്ളത്. 10 മണിക്ക് അയ്യപ്പ ഭക്തർക്ക് 10 മണിയോടുകൂടി ഇന്ന് ഹരിവരാസനം നടക്കുകയും ചെയ്യും. വൈകിട്ട് 5 മണിയോടുകൂടി മാത്രമേ പമ്പയിൽ നിന്നും അയ്യപ്പ ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. ഇപ്പോഴടക്കം അയ്യപ്പ ഭക്തരുടെ തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഇപ്പോൾ അടക്കം കൂടുതൽ അനൗൺസ്മെൻ്റ് അടക്കം ദേവസ്വം ബോർഡ് നൽകുന്നുണ്ട്. ആരും തന്നെ സന്നിധാനത്ത് തങ്ങാതെ തിരികെ പോകണം എന്ന അനൗൺസ്മെൻറ്റ് ഇതിനോടകം തന്നെ നൽകുന്നുണ്ട്. എന്ത് തന്നെയായാലും ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് പൂജകൾക്കാണ് ഇതോടുകൂടി നാളെയോടുകൂടി സമാപനമാകുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി പൂജാ ചടങ്ങുകൾ പൂർണ്ണമായും തന്നെ സമാപിക്കും. നാളെ ഗണപതി ഹോമം മാത്രമാണുള്ളത്. അതിനുശേഷം തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള വാഹകരുടെ സംഘം അവർ തിരികെ പന്തളത്തേക്ക് മടങ്ങുകയും ചെയ്യും. രാജപ്രതിനിധി അടക്കം പന്തളത്തേക്ക് നാളെയാണ് മടങ്ങുന്നത്. നാളെ രാജപ്രതിനിധിക്ക് മാത്രമാണ് ശബരിമലയിൽ ദർശനമുള്ളത്. ഒപ്പം തന്നെയാണ് ഈ കഴിഞ്ഞ ഒരു മണ്ഡല മകരവിളക്ക് കാലത്ത് തന്നെ സുഗമമായി തന്നെ അതിൻ്റെ ഒരു നടത്തിപ്പ് നടത്താൻ ദേവസ്വം ബോർഡിനും അതുപോലെ തന്നെ പോലീസ് അടക്കമുള്ളവർക്ക് കഴിഞ്ഞിരുന്നു. ആദ്യ ദിനങ്ങളിൽ മാത്രമാണ് വലിയൊരു തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസിന് ചെറിയ പാളിച്ചകളൊക്കെയും സംഭവിച്ചത്. അതിനുശേഷം ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്നലെ വരെ 52 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് ദർശനം നടത്തി എന്നാണ് വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ കണക്കുകൾ, കൂടുതലായിട്ടുള്ള കണക്കുകളൊക്കെയും തന്നെ പുറത്തേക്ക് വരേണ്ടതുണ്ട്. മണ്ഡലകാലത്തെ കണക്കുകളടക്കം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഏകദേശം 500 കോടിയോളം രൂപയുടെ നടവരവടക്കം സന്നിധാനത്തുണ്ടായിട്ടുണ്ട്. തുടങ്ങിയ കണക്കുകളൊക്കെയും ഇനി ഒരുപക്ഷെ കൂടുതൽ കണക്കുകൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. എന്തിനായാലും ഇപ്പോഴും അയ്യപ്പ ഭക്തർ ദർശനത്തിനായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വൈകിട്ട് 9 മണി വരെ അയ്യപ്പ ഭക്തർക്ക് ദർശനം നടത്താം. പമ്പയിൽ നിന്ന് 5 മണിക്ക് ശേഷം അയ്യപ്പ ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുകയില്ല. ഇന്നത്തെ പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് ഗുരുതിയാണ്. വൈകിട്ട് അതായത് രജിത്ത് 5 മണിക്കാണല്ലോ മാളികപ്പുറത്തെ ഗുരുതി നടക്കുക. അതിനു മുമ്പ് തന്നെ ഭക്തരെ എല്ലാം താഴേക്ക് ഇറക്കും അല്ലേ? അതിനു മുമ്പ് തൊഴണം. ആ സമയത്ത് ആരെയും അവിടെ ദർശനം സമ്മതിക്കില്ല അല്ലേ? മയ, അങ്ങനെയല്ല. ഈ ശബരിമലയിലേക്ക് ഇന്ന് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് 5 മണി വരെ സന്നിധാനത്ത് നിന്നും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടന്നു വരാൻ അനുവദിക്കും. വൈകിട്ട് 9 മണി വരെ, രാത്രി 9 മണി വരെ അയ്യപ്പ ഭക്തർക്ക് ദർശനമുണ്ട്. 10 മണിക്കാണ് ഹരിവരാസനം പാടി ഇന്ന് നട അടച്ചതിന് ശേഷമാണ് മാളികപ്പുറത്ത് മണിമണ്ഡപത്തിന് സമീപം ഗുരുതി നടക്കുക. ആ ഗുരുതിയിൽ സാധാരണ രീതിയിൽ 2 ഭാഗമായാണ് ഗുരുതി നടക്കുന്നത്. അതിൽ ആദ്യ ഭാഗത്തിൽ മാത്രമാണ് അയ്യപ്പ ഭക്തർക്ക് ദർശനമുള്ളത്. തുടർന്ന് നടക്കുന്ന 2ാം ഭാഗത്തിൽ പമ്പയിൽ നിന്നെത്തിയ രാജപ്രതിനിധികൾക്ക് മാത്രമാണ്
അവിടെ സാന്നിധ്യമുള്ളത്. അങ്ങനെ ഇന്ന് നടക്കുന്ന ഗുരുതിയോടുകൂടി ശബരിമലയിലെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാവുകയാണ്. നാളെ രാജപ്രതിനിധിയുടെ ദർശനത്തോടു കൂടി ശബരിമല നട അടയ്ക്കുകയും ചെയ്യും. ശരി, രജിത്താണ് വിശദമായ വിവരങ്ങൾ സന്നിധാനത്ത് നിന്ന് നൽകിയത്. ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് പൂജകൾക്ക് ഇന്ന് സമാപനമാവുകയാണ്. വൈകിട്ട് ഇതിൻ്റെ ഭാഗമായുള്ള ഗുരുതി മാളികപ്പുറത്ത് നടക്കും. അത് 5 മണിക്കാണ് നടക്കുക. നിമിഷം 9 മണി വരെ ഇന്ന് അയ്യപ്പ ഭക്തർക്ക് അയ്യപ്പനെ തൊഴാം. അതിനുശേഷം പിന്നെ ഇല്ല. ഈ സീസണിലെ അവസാനത്തെ ദിനമാണ് ഇന്ന്. ഹരിവരാസനം പാടി നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അയ്യപ്പനെ ദർശിക്കാനാവില്ല. പിന്നെ അടുത്ത മാസപൂജകൾക്ക് പോകുമ്പോൾ മാത്രമേ അത് കഴിയുകയുള്ളൂ. പക്ഷെ നാളെ രാജപ്രതിനിധി ദർശനം നടത്തി 18-ാം പടി ഇറങ്ങും. നാളെ രാജപ്രതിനിധിക്ക് മാത്രമാണ് ശബരിമലയിൽ ദർശനമുള്ളത്. അതോടുകൂടി തിരുനട അടയ്ക്കുകയും ചെയ്യും. രജിത്താണ് വിശദമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് സന്നിധാനത്ത് നടക്കുന്ന ചടങ്ങാണ് കളമെഴുത്ത്. അയ്യപ്പൻ്റെ ബാല്യം, കൗമാരം, യൗവനം, കർമ്മ പൂർത്തീകരണം, ധർമ്മശാസ്താവിലേക്കുള്ള പരിണാമം എന്നിവയാണ് മകരവിളക്കിന് ശേഷമുള്ള 5 ദിവസം കളത്തിൽ വരയ്ക്കുന്നത്. റാന്നി കുന്നേക്കാട് കുറുപ്പന്മാരുടെ കുടുംബത്തെയാണ് കളം വര മുതൽ ഗുരുതി വരെ നടത്തുന്നതിന് പന്തളം കൊട്ടാരം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ അയ്യപ്പന്റെ മൂലസ്ഥാനമായ മണിമണ്ഡപത്തിൽ മകരസംക്രമ ദിനം മുതൽ 5 ദിവസമാണ് കളമെഴുത്ത്. അയ്യപ്പന്റെ ബാല്യം മുതൽ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി ശാസ്താവിലേക്ക് വിലയം പ്രാപിച്ചതുവരെയുള്ള ചരിത്രമാണ് കളമായി മാറുന്നത്. ആദ്യ ദിനം ബാലമണികണ്ഠൻ, 2-ാം ദിനം വില്ലാളി വീരൻ, രാജകുമാരൻ, അടുത്ത ദിനം പുലിവാഹനൻ, 5-ാം ദിനം തിരുവാഭരണ വിഭൂഷിതനായ ധർമ്മശാസ്താവിന്റെ രൂപവുമാണ് കളമായി എഴുതുന്നത്. പന്തളം കൊട്ടാരത്തിൽ നിന്നും നൽകുന്ന പ്രകൃതിദത്തമായ നിറങ്ങൾ കൊണ്ടാണ് കളമെഴുത്ത്. കളം എഴുതുന്നത് 5 ദിവസം 5 ഭാവത്തിലുള്ള കളമാണ് എഴുതുന്നത്. അയ്യപ്പൻ്റെ ജീവിതചക്രമാണ് കളത്തിലൂടെ വിവരിക്കുന്നത്. അതായത് ബാലകനായ അയ്യപ്പനാണ് 1-ാം ദിവസം, 2-ാം ദിവസം വില്ലാളി വീരനായ അയ്യപ്പൻ, 3-ാം ദിവസം രാജകുമാരനായ അയ്യപ്പൻ, 4-ാം ദിവസം പുലിവാഹനൻ, 5-ാം ദിവസം തിരുവാഭരണ ഭൂഷിതനായ അയ്യപ്പൻ അല്ലെങ്കിൽ അയ്യപ്പൻ ശാസ്താവിൽ വിലയൻ പ്രാപിച്ചു അല്ലെങ്കിൽ അയ്യപ്പൻ സമാധിയായ സങ്കല്പത്തിലോ അല്ലെങ്കിൽ അയ്യപ്പനും ശാസ്താവും ഒന്നാണ്, തത്വമസി എന്ന സങ്കല്പത്തിലാണ് 5-ാമത്തെ ദിവസം കളം വരയ്ക്കുന്നത്. അവസാന ദിനം ശരംകുത്തിയിലേക്കുള്ള അയ്യപ്പന്റെ എഴുന്നേൽപ്പിനും അവിടെ നടക്കുന്ന നായാട്ട് വിളിക്കും ശേഷം തിരികെ എത്തിയാണ് കളം വായിക്കുന്നത്. രതീഷ് അയ്യപ്പക്കുറുപ്പിനെ കൂടാതെ അജിത് ജനാർദ്ദനക്കുറുപ്പ്, ജയകുമാർ ജനാർദ്ദനക്കുറുപ്പ് എന്നിവരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ക്യാമറമാൻ സനിൽകുമാറിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, സന്നിധാനം. തിരുവനന്തപുരം എരുത്താവൂർ മഹാകാളിക ധർമ്മസ്ഥലയിൽ നിഷ്കല അമാവാസി മഹോത്സവവും മഹാകാളിക പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ മുഖ്യതന്ത്രി ഡോക്ടർ രാമചന്ദ്ര അടിക പ്രഥമ മഹാകാളിക പുരസ്കാരം ഏറ്റുവാങ്ങി. അമൃത TV സീനിയർ പ്രൊഡ്യൂസർ ജിയ ശ്രീദേവി ക്ഷേത്രത്തിന്റെ സ്നേഹാദരവും ഏറ്റുവാങ്ങി. അഭയവരതയും സർവമംഗളമംഗല്യയുമായ മഹാകാളികാദേവി വാണരുളുന്ന ഇടമാണ് തിരുവനന്തപുരം എരുത്താവൂരിലെ മഹാകാളിക ധർമ്മസ്ഥല. ക്ഷേത്രത്തിലെ പ്രഥമ മഹാകാളിക പുരസ്കാര സമർപ്പണ ചടങ്ങ് ചിറയൻകീഴ് MLA വി ശശി ഉദ്ഘാടനം ചെയ്തു. സാഹോദര്യവും സമാധാനവും കാത്തുസൂക്ഷിക്കാൻ നമ്മുടെ പൈതൃകം നമ്മെ പ്രാപ്തരാക്കുന്നുണ്ടെന്നും ഈ ക്ഷേത്രത്തിൽ സാഹോദര്യത്തിന്റെ ചൈതന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വ്യത്യസ്ത മതങ്ങളിലും ആശയങ്ങളിലും വിശ്വസിക്കുന്ന ഒരു വലിയ ജനസമൂഹം ഇത്രമാത്രം ശാന്തിയോടും സമാധാനത്തോടും സൗഹാർദ്ദപരമായും സാഹോദര്യത്തോടും ജീവിക്കാൻ ഇടം നൽകുന്നതിന് തീർച്ചയായും നമ്മുടെ പൈതൃകം തീർച്ചയായും നമുക്ക് പ്രചോദനമായി മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം കാണാൻ കഴിയുന്ന ഒരു മഹത്തായ ചൈതന്യം. ഇവിടെയും അതിൻ്റെ ഒരു ചൈതന്യമാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നതായി ഞാൻ മനസ്സിലാക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രഥമ മഹാകാളിക പുരസ്കാരം മുൻ ISRO ചെയർമാൻ ഡോക്ടർ G മാധവൻ നായരിൽ നിന്നും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ മുഖ്യ തന്ത്രിയായ ഡോക്ടർ രാമചന്ദ്ര അടിക ഏറ്റുവാങ്ങി. മൂകാംബിക തന്ത്രി ഡോക്ടർ രാമചന്ദ്ര അടികയെ പൊന്നാട ചാർത്തി ആദരിക്കുവാൻ ധർമ്മസ്ഥലയുടെ ആചാര്യൻ ആനന്ദ് നായരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മഹാകാളികയുടെ പേരിലുള്ള പ്രഥമ പുരസ്കാരം ഡോക്ടർ രാമചന്ദ്ര അടികയ്ക്ക് ഡോക്ടർ G മാധവൻ നായർ അവറുകൾ നൽകുന്നു. പുരസ്കാരത്തോടനുബന്ധിച്ചുള്ള കേശ് അവാർഡ് നൽകുന്നതിലേക്കായി ബഹുമാനപ്പെട്ട MLA വി ശശി അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
ജന്മജന്മാന്തര ദോഷങ്ങൾ തീർക്കുന്നവളാണ് മഹാകാളിയെന്നും അപൂർവമായ പുണ്യസ്ഥലമാണ് മഹാകാളിക ക്ഷേത്രമെന്നും രാമചന്ദ്ര അഡിഗ പറഞ്ഞു. മഹാകാളിക ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം ഞാൻ അറിയുന്ന പോലെ വളരെ റേറാണ്. ഈ നിലത്തിലുള്ള പുണ്യ ഒരു ഫലം ആ ദേവി ഇവിടെ വന്ന് ഇരിക്കാനുള്ള ഒരു മനസ്സ് ചെയ്തതാണ്. മഹാകാളി എന്നാൽ മാർക്കണ്ഡേയ പുരാണത്തിൽ പറയുന്നത് ധർമ്മ കൊടുക്കുന്ന ഒരു ശക്തി ദേവതയാണിട്ട്. യഥാർത്ഥമായിട്ടുള്ള പേര് ആനന്ദനായർ ഈ ക്ഷേത്രത്തിനെ വെച്ചിട്ടുണ്ട്. മഹാകാളി ധർമ്മക്ഷേത്രം എന്നിട്ട് ജന്മജന്മാന്തര്യത്തിൻ്റെ ദോഷങ്ങൾ കളയുന്നവർ സ്വരൂപിണിയാണ് മഹാകാളി. അമൃത TV സീനിയർ പ്രൊഡ്യൂസർ GR ശ്രീദേവി മാധ്യമപ്രവർത്തകർക്കുള്ള ക്ഷേത്രത്തിന്റെ സ്നേഹാദരവ് ഏറ്റുവാങ്ങി. ആദ്യമായി അമൃത TVയുടെ സീനിയർ പ്രൊഡ്യൂസർ GR ശ്രീദേവി അവരുകളെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പുരസ്കാര സമർപ്പണത്തിന് ശേഷം മഹാകാളിക ഹവനമംഗളാരതി നടന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വാഹനാപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ് കിടപ്പിലായ യുവതി സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. തിരുവനന്തപുരം മേട്ടുക്കട സ്വദേശിനി വിനിതയാണ് 4 വർഷമായി കിടപ്പിലായത്. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് സ്വകാര്യ സ്ഥാപനത്തിൽ സിവിൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്നു വിനിത. പഠനകാലത്ത് മിടുക്കി, ഒരു നാടിന്റെ ആകെ പ്രിയങ്കരി. പക്ഷേ സ്വപ്നങ്ങളെ പാതിവഴിയിൽ തകർത്തായിരുന്നു വിനിതയുടെ ജീവിതത്തിലേക്ക് ആ ദുരന്തം വന്നെത്തിയത്. വാഹനാപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ വിനിത കിടപ്പിലാകുകയായിരുന്നു. ചികിത്സയ്ക്ക് ഏറെ പണം ചെലവാക്കി. തുടർ ചികിത്സയ്ക്കായി കുടുംബം ബുദ്ധിമുട്ടുകയാണ്. വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. കാരണം 4 വർഷം കൊണ്ട് കിടപ്പിലാണ്. ആ കുട്ടി ഓടിച്ചാടി ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതെന്ന് 2 പെൺകുട്ടികളാണ്. കടവും ലോണും കാര്യങ്ങളുമായിട്ട് അവർക്ക് ചികിത്സിക്കാൻ പറ്റുന്നുള്ള രീതിയിൽ മാക്സിമം ചികിത്സിച്ചു. ഇപ്പോൾ വയസ്സായ അച്ഛനും അമ്മയാണ്, അവർ ആത്മഹത്യയുടെ വക്കിലാണ്. 9ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 പെൺകുട്ടികളാണ് വിനിതയ്ക്ക്. രണ്ടുപേരും അറ്റാക്ക് രോഗിയാണ്. ഞാൻ സെന്റ് ഇട്ടിരിക്കുകയാണ്. എനിക്ക് ഇന്നും വയ്യാതെ, ഇവർ കയ്യൊക്കെ എടുക്കാൻ വയ്യാതെ ആയി. ഇനി കൊണ്ടുപോകാൻ ഒരു ആശുപത്രിയില്ല. ചിത്രയിൽ എന്നെ വീണ്ടും കൊണ്ടുപോകാൻ പണ്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ ഒരു തരി സ്വർണം പോലും ഇല്ല. പണയം വിൽക്കാനോ വീട് പോലും ഇല്ല. വീട് പണയത്തിൽ ലോണാണ്. എല്ലാ സങ്കടങ്ങളും കൊണ്ട് പറയുന്നു. ഇനി ഞങ്ങളെ കൊണ്ട് നോക്കാൻ വയസ്സായി വരണം. 4 വർഷം കൊണ്ട് മകള് ഈ കിടപ്പിലെ കിടക്കാണ്. ചികിത്സയ്ക്ക് നിവൃത്തിയില്ല. അതിനെക്കൊണ്ട് ഇവരെ കുറിച്ചാണ് ആശുപത്രിയിൽ കൊണ്ടുപോയി ചിത്രയിൽ കൊണ്ടുവന്നാണ് പറയാം. ഒരുപാട് ഡോക്ടറെ ബന്ധപ്പെട്ട് അപ്പോൾ അവർ ചിത്രയിൽ വീണ്ടും 1 മാസം കിടന്നിട്ട് ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ തിരിച്ച് പേര് വിട്ടു. സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന കുടുംബം ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ കനിവ് തേടുകയാണ്. തിരുവനന്തപുരം നഗരത്തിന് നടുവിലെ ഒരു കുഞ്ഞു കാടുണ്ട്, മിയാവാക്കി വനം. പുളിയറക്കോണം സ്വദേശിയായ ഹരി MR ആണ് നഗരത്തിൻ്റെ ഈ വനത്തിൽ രക്ഷകൻ. നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപപ്പെടുന്ന സ്വാഭാവിക വനങ്ങളെ അതേ രീതിയിൽ 25 വർഷം കൊണ്ട് സൃഷ്ടിച്ചെടുക്കുന്ന ജാപ്പനീസ് മാതൃകയാണ് മിയാവാക്കി. ജാപ്പനീസ് സസ്യശാസ്ത്രജ്ഞൻ അകിര മിയാവാക്കിയാണ് ഈ ആശയത്തിന് പിന്നിൽ.
ലോകമെങ്ങും ചെറുകാടുകൾ കുറഞ്ഞ കാലയളവിൽ മിയാവാക്കി സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അക്കീര മിയാവാക്കിയുടെ ആ സ്പർശം ഇങ്ങ് നമ്മുടെ കൊച്ചു കേരളത്തിലുമുണ്ട്. കുറഞ്ഞ കാലം കൊണ്ട് നൂറുകണക്കിന് മിയാവാക്കികൾ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ ഹരി. നഗരത്തിന് നടുവിലൊരു കാടുണ്ടാക്കി അതിനുള്ളിലാണ് ഹരിയുടെ താമസം. കേരളത്തിന് പുറത്തും അദ്ദേഹവും സംഘവും മിയാവാക്കി സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെലവിൽ കുറച്ച് സ്ഥലത്ത് മിയാവാക്കി ഒരുക്കാമെന്നും ഹരി പറയുന്നു. മിയാവാക്കി ഒരിക്കലും വനം ഉണ്ടാക്കാമെന്ന് പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് വനത്തിൻ്റെ മാതൃക ഉണ്ടാക്കാമെന്നാണ്. പക്ഷേ അത് 20-30 വർഷം കൊണ്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ജീവിതകാലത്ത് ഒരു 3-4 വർഷം കഴിയുമ്പോൾ തന്നെ വനത്തിൻ്റെ ഒരു സ്വഭാവം വരും. ഈ സാമ്പത്തിക ഒരു ബുദ്ധിമുട്ടായിട്ട് പറയുന്നത് നമ്മുടെ ഒരു മാനസിക പ്രശ്നമാണ്. കാരണം വെച്ചാൽ നമുക്കൊരു സാധനം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കതിലൊരു സാമ്പത്തിക പ്രശ്നം ഇല്ല. ഇപ്പോൾ നമ്മൾ മുറ്റത്ത് ടൈലിടാനായിട്ട് സ്ക്വയർ ഫീറ്റിന് 80 രൂപയും 100 രൂപയും 200 രൂപ വരെയൊക്കെ ചിലവാക്കുന്നുണ്ട്. മിയാവാക്കി മാതൃക ചെയ്യാൻ പരമാവധി വരുന്ന ഒരു സ്ക്വയർ ഫീറ്റിന് 300 രൂപയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളും അതിൽ കൂടുതൽ പൈസ നമ്മൾ ചിലവാക്കുന്നുണ്ട് വീട് പണിയുന്ന സമയത്തൊക്കെ. അപ്പോൾ ഇത് വേണമെന്ന് വെച്ചാൽ ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. ഇത് വേണമെന്ന് നമുക്കൊരു ആവശ്യം ബോധ്യമായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. മിയാവാക്കി കൂടുതൽ അറിയാൻ ഹരി ജപ്പാനിലെത്തി അക്കീര മിയാവാക്കിയെയും സന്ദർശിച്ചു. സ്ഥലപരിമിതി വലിയൊരു പ്രശ്നമല്ല എന്നതാണ് മിയാവാക്കിയുടെ പ്രധാന സവിശേഷത. ആഗോളതാപനം ചെറുക്കാനും സുനാമിയെ പ്രതിരോധിക്കാനും പല രാജ്യങ്ങളും മിയാവാക്കി മാതൃക പിന്തുടരുന്നുണ്ട്. പുതുതലമുറയ്ക്ക് കാടിനെ അടുത്തറിയാനും മിയാവാക്കി ഫലപ്രദമാണ്. വെറും 10,000 രൂപയുണ്ടെങ്കിലും ഒരു കൊച്ചു കൂടൊരുക്കാം. മനസ്സിനും ശരീരത്തിനും തണുപ്പേകുന്ന മിയാവാക്കി. ക്യാമറമാൻ സതീഷിനോടൊപ്പം സനീറ്റ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജീവിച്ചിരിക്കെ ഒരു മരണവിധി. 60കാരന് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പഞ്ചായത്തിൻ്റെ കത്ത്. പത്തനംതിട്ട പ്രമാടം പഞ്ചായത്തിലാണ് വിചിത്രമായ സംഭവം ഉണ്ടായത്. കൃത്യമായി സാമൂഹിക പെൻഷൻ കൈപ്പറ്റുന്ന പ്രമാടം ഇളക്കുള്ളൂർ സ്വദേശി ഗോപിനാഥൻ നായർക്കാണ് മരിച്ചെന്ന് കാണിച്ച് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പഞ്ചായത്ത് കത്ത് നൽകിയത്. പ്രമാടം ഇളകുള്ളൂർ മടൂർ മുരിപ്പേൽ ഗോപിനാഥൻ നായർക്കാണ് ഈ ദുരനുഭവം. പത്തനംതിട്ട പ്രമാടം പഞ്ചായത്തിലെ 6ാം വാർഡിൽ താമസിക്കുന്ന ഇദ്ദേഹം കഴിഞ്ഞ ദിവസം തപാലിൽ വന്ന കത്ത് കണ്ട് ഞെട്ടി. ഗോപിനാഥൻ നായർ മരിച്ചുപോയെന്നും അതിനാൽ നോമിനി ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നുമാണ് കത്തിലെ ഉള്ളടക്കം. 7-ാം തീയതി 8 ലിറ്റർ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് അങ്ങ് കിട്ടിയത്. കിട്ടിക്കഴിഞ്ഞ് 3-ാം ദിവസം 3-ാം പക്കം നിങ്ങളിത് പഞ്ചായത്തിൽ കൊണ്ടുവന്ന് മരണ സർട്ടിഫിക്കറ്റും വേണം, ആധാറിൻ്റെ കോപ്പിയും വേണം, തിരിച്ചുകാരൻ്റെ കോപ്പിയും റേഷൻ കാർഡിൻ്റെ ഇതിൽ കൊണ്ടുവന്ന് അവനെ കൊണ്ടെത്തിക്കണമെന്ന് മരിച്ചെന്ന് അവർ പറയുന്നത്. ഈ മരിച്ച ആളെ ഞാൻ പറഞ്ഞ ആളുടെ ജീവനോട് ഇരിക്കുവോ? ഇതെങ്ങനെ കൊണ്ട് അവിടെ എത്തിക്കുന്നത്? ഗോപിനാഥൻ നായർ സ്ഥിരമായി പെൻഷൻ തുക കൈപ്പറ്റുന്നയാളാണ്. ആൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ അധികൃതർ ഇത്തരമൊരു കത്തയച്ചതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കത്ത് കിട്ടിയപ്പോൾ നല്ലതായിട്ട് വെപ്രാളം തോന്നി, പരവേശം തോന്നി. എന്തുവാ ചെയ്യേണ്ടിയെന്ന് ഓർത്തു. അമ്പലത്തിൽ പോയി ഭഗവാന്റെ അടുത്ത് എന്ന് പറഞ്ഞു, സാക്ഷാംഗം വന്നു. ഈ പറഞ്ഞവർ അതിനാൾ നിൽക്കരുത്, ഇരിക്കല്ലേ എന്ന് പറഞ്ഞു. പരാതി കൊടുത്തവര് ജീവനോട് ഇരിക്കുന്നവനാ. പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടിക പരിശോധിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ കാട്ടുന്ന അലംഭാവമാണ് ഇത്തരം പിഴവുകൾക്ക് കാരണമെന്നാണ് ആക്ഷേപം. സംഭവത്തിൽ വിശദീകരണവുമായി പഞ്ചായത്ത് അധികൃതർ ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല. പഞ്ചായത്ത് രേഖകളിൽ താൻ മരിച്ചവനായി മാറിയതിന്റെ ആഘാതത്തിലാണ് ഈ 60കാരൻ. രേഖകളിൽ പുനർജനിക്കാൻ ഇനി എത്ര ഓഫീസ് മുറികൾ കയറിയിറങ്ങണമെന്ന ആശങ്കയും ഗോപിനാഥൻ നായർക്കുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഇടുക്കി കാഞ്ചിയാറിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് നാട്ടുകാർക്ക് ഭീഷണിയാവുകയാണ്. കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങി കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് ആക്ഷേപം. വനവുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിലെ മറ്റപ്പള്ളി കാവടിക്കവല മേഖലകൾ. ഇവിടെ ഒരു ഭാഗത്ത് വനം വകുപ്പിന്റെ തേക്ക് പ്ലാന്റേഷനാണ്, മറുഭാഗം ജനവാസ മേഖലയും. വർഷങ്ങളായി വിവിധ സമയങ്ങളിൽ ഈ ഭാഗത്ത് കാട്ടാന ഇറങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത് കണക്കിലെടുത്ത് വനം വകുപ്പ് മറ്റപ്പള്ളി മുതൽ 1 കിലോമീറ്റർ ഭാഗത്ത് സോളാർ വൈദ്യുതി വേലിയും സ്ഥാപിച്ചു. ബാക്കി ഭാഗവും വനമേഖലയും ജനവാസ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇവിടെയും അടിയന്തരമായി വൈദ്യുതി വേലി സ്ഥാപിച്ച് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ഇപ്പം നിലവിൽ നമ്മുടെ മാറ്റപ്പള്ളി കുരിശുപള്ളിയുടെ ഭാഗം മുതൽ 1 കിലോമീറ്റർ 200 മീറ്ററാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോരാ, നമുക്ക് മുഴുവൻ ഭാഗവും, അതായത് ഈ കാവടിക്കോല കേന്ദ്രീ ഭാഗം കൊണ്ടും അതുപോലെ പേഴുങ്കണ്ടത്തേക്ക് പോകുന്ന ആ സൈഡും അതും കൂടെ പൂർണ്ണമായിട്ടും ഫെൻസിങ് ഇട്ടാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ആനശല്യത്തിൽ നിന്നും ഒരു പരിധി വരെ രക്ഷ നേടുവാൻ സാധിക്കുന്നത്.
കഴിഞ്ഞ ദിവസം മറ്റപ്പള്ളി ഭാഗത്ത് കാട്ടാന രാത്രിയിൽ ഇറങ്ങിയിരുന്നു. കാവടിക്കവല ഭാഗത്ത് ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വാഴ അടക്കമുള്ള കാർഷിക വിളകൾ നശിപ്പിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ചും മറ്റും ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടുന്നുണ്ടെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവ വീണ്ടും തിരികെ എത്തും. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നാട്ടുകാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകും. അമൃത ന്യൂസ്, ഇടുക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങവേ കോൺഗ്രസിനും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കുമെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിലെ ജംഗിൾ രാജ് NDA സർക്കാർ അവസാനിപ്പിച്ചുവെന്നും തൃണമൂൽ കോൺഗ്രസിന്റെ 15 വർഷത്തെ ഭരണത്തിന് വിട പറയാൻ പശ്ചിമബംഗാൾ തയ്യാറെടുക്കുകയാണെന്നും മോദി പറഞ്ഞു. അസമിൽ നടന്ന പ്രസംഗത്തിൽ തിരുവനന്തപുരത്തെ BJPയുടെ വിജയം അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു. ഹൂഗ്ലി ജില്ലയിലെ സിംഗൂരിൽ വോട്ടെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മമതാ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി നടത്തിയത്. TMCയുടെ ദുർഭരണത്തിൽ മടുത്തിരിക്കുകയാണ് ജനങ്ങൾ. മാറ്റം അനിവാര്യമാണ്. BJPക്ക് മാത്രമേ പശ്ചിമ ബംഗാളിലെ വികസനം വേഗത്തിലാക്കാൻ കഴിയൂ. കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാൻ TMC അനുവദിക്കുന്നില്ലെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. സിംഗൂരിൽ 830 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിച്ചു. അസമിലെ കലിയാബോറിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിനിടെ കോൺഗ്രസിനെതിരെയും മോദി ആഞ്ഞടിച്ചു. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കോൺഗ്രസിനെ അദ്ദേഹം പരിഹസിച്ചു. കോൺഗ്രസിന്റെ ജന്മസ്ഥലമായ മുംബൈയിൽ അവർ 4-മോ 5-മോ ആയി. ബീഹാറിലും മുംബൈയിലും തിരുവനന്തപുരത്തും BJP നേടിയ വിജയങ്ങളും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. കോൺഗ്രസിന്റെ നെഗറ്റീവ് പൊളിറ്റിക്സ് ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നതിന്റെ തെളിവാണ് ഈ വിജയങ്ങൾ. ബീഹാറിലും മുംബൈയിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും BJP ചരിത്രം സൃഷ്ടിച്ചെന്നും നരേന്ദ്രമോദി പറഞ്ഞു. തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാനായി കോൺഗ്രസ് രാജ്യത്തിന്റെ ഭൂമി നുഴഞ്ഞുകയറ്റക്കാർക്ക് കൈമാറിയെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. ഇത്തരം നുഴഞ്ഞുകയറ്റക്കാർ അസമിനും രാജ്യത്തിനും വലിയ ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു. 6950 കോടി രൂപയുടെ കാസിരംഗ എലിവേറ്റഡ് കോറിഡോർ പദ്ധതിയുടെ ശിലാസ്ഥാപനം അദ്ദേഹം നിർവഹിച്ചു. അസമിൽ നിന്നുള്ള 2 അമൃത് ഭാരത് എക്സ്പ്രസുകളും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തൃശൂർ നടുവിൽമഠം മൂപ്പിൽ സ്വാമിയാർ നീലകണ്ഠ ഭാരതികൾ സമാധിയായി. കേരളത്തിലെ ശ്രീശങ്കര പരമ്പരയിലെ ഏറ്റവും മുതിർന്ന സന്യാസിയും തൃശൂർ നടുവിൽമഠത്തിലെ മൂപ്പിൽ സ്വാമിയാരുമാണ് മറവഞ്ചേരി തെക്കേടത്ത് നീലകണ്ഠ ഭാരതികൾ. തിരുനാവായ മറവഞ്ചേരി തെക്കേടത്ത് ചിത്ര നമ്പൂതിരിപ്പാടിൻ്റെ പുത്രനായി 1935 ജനിച്ച ഇദ്ദേഹം 2000 അന്നത്തെ മൂപ്പിൽ സ്വാമിയാരായിരുന്ന മേപ്പോയിലത്ത് അഷ്ടമൂർത്തി ഭാരതികളുടെ ഇളമുറ സ്വാമിയാരായി സന്യാസം സ്വീകരിച്ചു. ശാരീരിക അവശതകളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് നടുവിൽ മഠത്തിൽ സമാധിയിരുത്തൽ ചടങ്ങുകൾ നടത്തും. ബസ്സിൽ വെച്ച് അപമാനിച്ചെന്ന ആരോപണമുയർത്തി സോഷ്യൽ മീഡിയയിലൂടെ ദൃശ്യം പ്രചരിപ്പിച്ചതിന് പിന്നാലെ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നിയമ നടപടിയുമായി കുടുംബം മുന്നോട്ട്. 41-കാരനായ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് ഇന്നലെ ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബസ്സിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്ന് കാണിച്ച് നേരത്തെ പെൺകുട്ടി നൽകിയ പരാതിയിൽ വടകര പോലീസും കേസെടുത്തിരുന്നു. വസ്തുതാവിരുദ്ധമായ യുവതിയുടെ വീഡിയോ പ്രചരണമാണ് യുവാവിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് ദീപക്കിൻ്റെ കുടുംബത്തിൻ്റെ ആരോപണം. അന്വേഷണം നടക്കുകയാണെന്നും ആവശ്യമെങ്കിൽ യുവതിയെ വിളിച്ചു വരുത്തുമെന്നും മെഡിക്കൽ കോളേജ് പോലീസ് അറിയിച്ചു. ന്യൂസിലാൻഡിനെതിരായ 3-ാം ഏകദിനത്തിൽ 41 റൺസ് തോൽവി വഴങ്ങി ഇന്ത്യ. കിവീസ് ഉയർത്തിയ 338 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 46 ഓവറിൽ 296 റൺസ് എടുത്ത് പുറത്താകുകയായിരുന്നു. ഗുഡ് മോർണിംഗ് കേരളം സമാപിക്കുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനലിലൂടെ. നമസ്കാരം.